സർവശക്തൻ താതനുമായിടുമേകദൈവത്തിൽ വിശ്വസിക്കുന്നു ഞങ്ങൾ. ദൃശ്യാദൃശ്യങ്ങൾ സർവവും സൃഷ്ടിച്ചവൻ സ്രഷ്ടാവിൽ വിശ്വസിക്കുന്നു ഞങ്ങൾ. സർവയുഗങ്ങൾക്കും മുൻപായി പിതാവിൽ നിന്നും ജാതനെന്നാൽ സൃഷ്ടിക്കപ്പെട്ടിടത്തോ സത്യദൈവത്തിൽ നിന്നുള്ള സത്യദൈവമവൻ താതനോടൊത്തു സത്തയിലേകനുമാ മധ്യകുലത്തിൻ രക്ഷയ്ക്കായി സദയം സ്വർലോകത്തിൽ നിന്നും അവൻ താണിറങ്ങി. കാലം പീഡകളേറ്റു ശ്രീവായി മരിച്ചു. സ്വലോകത്തിൽ ആരോഗ്യനായി സ്ഥിതി ചെയ്യൂ താതൻ തൻ വലം ഭാഗേ. നൽകും സത്യാത്മാവേകൻ ദിവ്യാത്മാവിലും വിശ്വസിക്കുന്നു ഞങ്ങൾ. പാപകടങ്ങൾ മോചിപ്പതിനായി നൽകിടുമേക മാമോദീസയും വിശുദ്ധ മത്തായി അറിയിച്ച നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം 15-ാം അധ്യായം 21 മുതൽ 28 വരെയുള്ള വാക്യങ്ങൾ. യേശു അവിടെ നിന്ന് പുറപ്പെട്ട് ടയർ, സീദോൻ എന്നീ പ്രദേശങ്ങളിലെത്തി. അപ്പോൾ ആ പ്രദേശത്തുനിന്ന് ഒരു കാനാൻകാരി വന്ന് കരഞ്ഞപേക്ഷിച്ചു, കർത്താവേ, ദാവീദിന്റെ പുത്ര, എന്നിൽ കനിയണമേ. എന്റെ മകളെ പിശാച് ക്രൂരമായി ബാധിച്ചിരിക്കുന്നു. എന്നാൽ അവൻ ഒരു വാക്കുപോലും ഉത്തരം പറഞ്ഞില്ല. ശിഷ്യന്മാർ അവനോട് അഭ്യർത്ഥിച്ചു, അവളെ പറഞ്ഞയച്ചാലും അവൾ നമ്മുടെ പിന്നാലെ വന്ന് നിലവിളിക്കുന്നല്ലോ. അവൻ മറുപടി പറഞ്ഞു, ഇസ്രായേൽ ഭവനത്തിലെ നഷ്ടപ്പെട്ട ആടുകളുടെ അടുത്തേക്ക് മാത്രമാണ് ഞാൻ അയക്കപ്പെട്ടിരിക്കുന്നത്. എന്നാൽ അവൾ അവനെ പ്രണമിച്ച്, കർത്താവെ, എന്നെ സഹായിക്കണമേ എന്നപേക്ഷിച്ചു. അവൻ പറഞ്ഞു, മക്കളുടെ അപ്പമെടുത്ത് നായ്ക്കൾക്ക് എറിഞ്ഞുകൊടുക്കുന്നത് ഉചിതമല്ല. അവൾ പറഞ്ഞു, അതെ കർത്താവെ, നായ്ക്കളും യജമാനന്മാരുടെ മേശയിൽ നിന്ന് വീഴുന്ന അപ്പക്കഷ്ണങ്ങൾ തിന്നുന്നുണ്ടല്ലോ. യേശു പറഞ്ഞു, സ്ത്രീയെ, നിന്റെ വിശ്വാസം വലുതാണ്. നീ ആഗ്രഹിക്കുന്നതുപോലെ നിനക്ക് ഭവിക്കട്ടെ. ആ സമയം മുതൽ അവളുടെ പുത്രി സൗഖ്യമുള്ളവളായി. ഏറ്റവും സ്നേഹമുള്ളവരെ, ഇന്ന് നമ്മൾ ബൈബിളിലെ ഏറ്റവും മനോഹരമായ വളരെ കാലിക പ്രസക്തിയുള്ള ഒരു ഭാഗം വിചിന്തന വിഷയമാക്കുകയാണ്. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 15-ാം അധ്യായത്തിൽ 21 തുടങ്ങിയുള്ള തിരുവചനങ്ങളിലൂടെ നമ്മൾ വായിക്കുന്ന കാനാകാരിയുടെ വിശ്വാസം ബൈബിളിലേക്ക് കടന്നു ചെല്ലുമ്പോൾ നമ്മെ ഒത്തിരി ആകർഷിക്കുന്ന ഒരു ചിത്രവും ഒരു ചിന്തയും, ദൈവം ഒത്തിരി വലിയ കാര്യങ്ങളെക്കാൾ ഉപരിയായി കുറേ കൊച്ചു കാര്യങ്ങൾ
ഈ കൊച്ചു കാര്യങ്ങളോട് നമ്മൾ കാണിക്കുന്ന വിശ്വസ്തത ജീവിതത്തിൻ്റെ വിജയമായിട്ട് അവതരിപ്പിക്കുകയാണ്. നമ്മൾ ഏത് മതത്തിൽ വിശ്വസിച്ചാലും ഏത് ഇസത്തിൻ്റെ വ്യക്താവോ പ്രോക്താവോ ആയാലും നമ്മുടെയൊക്കെ ജീവിതത്തോട് ചേർത്ത് വയ്ക്കാൻ പറ്റുന്ന, സൂചിപ്പിച്ചതുപോലെ കാലിക പ്രാധാന്യമുള്ള ഒരു വിഷയമാണ്. ഇവിടെ യേശുവിൻ്റെ അടുത്ത് ഒരു കാനാൻകാരി വരുന്നു. യഹൂദരുമായിട്ട് അകലങ്ങളിൽ ജീവിച്ചിരുന്ന ഒരു സമൂഹമാണ് കാനാൻകാർ. ഈ സമുദായത്തിൽപ്പെട്ട ഒരു വ്യക്തി യേശുവിനെ സമീപിക്കുകയാണ്. യേശു ആദ്യം ഈ സ്ത്രീയെ പരിഗണിക്കുന്നതായിട്ട് കാണുന്നില്ല. ശിഷ്യന്മാർ പറഞ്ഞു അവളെ പറഞ്ഞയക്കണം. ഉടനെ യേശു അവൾക്ക് അവളുടെ കാര്യം സാധ്യതമാക്കി കൊടുക്കുന്നതാണ് ഇന്നത്തെ വിചിന്തന ഭാഗം. ഇവിടെ നമ്മൾ മനസ്സിലാക്കുന്നത് പ്രാർത്ഥനയ്ക്കുള്ള വലിയ ശക്തിയാണ്. ഈ സ്ത്രീ പല പ്രാവശ്യം യേശുവിൻ്റെ അടുത്ത് ചെന്ന് തനിക്ക് ഒരു കാര്യം സാധിച്ചു തരണമെന്ന് അപേക്ഷിക്കുകയാണ്. നമ്മൾ ഏത് മതത്തിൽ വിശ്വസിച്ചാലും പ്രാർത്ഥനയ്ക്ക് വലിയ ശക്തിയുണ്ട്. ബൈബിള് അത് വളരെ വ്യക്തമായിട്ട് വ്യതിരിക്തമായി പറയും പ്രാർത്ഥനയുടെ വലിയ ശക്തിയെപ്പറ്റി. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം അറിയപ്പെടുക പ്രാർത്ഥനയുടെ സുവിശേഷമെന്ന്. ഇവിടെ ഒത്തിരി പ്രാർത്ഥനയുടെ വലിയ സ്വാധീന ശക്തി അവതരിപ്പിക്കുന്ന പല സംഭവങ്ങളുണ്ട്. പുരാണങ്ങളിലൊരു കഥയുണ്ട്. അത് നാരദ മഹർഷിയുടെ കഥയാണ്. ഒരിക്കൽ നാരദ മഹർഷി ബ്രഹ്മാവിനെ കാണാൻ പോവുകയാണ്. പോകുന്ന വഴിക്ക് ഒരു വീട് സന്ദർശിക്കാൻ ഇടവന്നു. വീട്ടിൽ ചെന്നപ്പോൾ നാരദ മഹർഷി മനസ്സിലായി മക്കള് ഇല്ലാത്ത ദമ്പതികളാണ്. അവരുടെ വേദനകളും പരിദേവനങ്ങളും മഹർഷിയോട് പങ്കുവെച്ചു. മഹർഷി പറഞ്ഞു, ഞാൻ ബ്രഹ്മാവിൻ്റെ അടുത്ത് പോവുകയാണ്. തീർച്ചയായിട്ടും ഞാൻ ബ്രഹ്മാവിനോട് പറയാം നിങ്ങളുടെ കാര്യം. ഒരു കാര്യത്തിൽ ഉറപ്പാണ്, ബ്രഹ്മാവ് നിങ്ങളുടെ പ്രാർത്ഥന കേൾക്കാതിരിക്കില്ല. നാരദ മഹർഷി അവരെ വിട്ട് ബ്രഹ്മാവിൻ്റെ സന്നിധിയിലെത്തി പറഞ്ഞു, വന്ന വഴിക്ക് ഞാനൊരു വേദന അനുഭവിക്കുന്ന കുടുംബത്തെ കണ്ടു. അവർക്ക് മക്കളില്ല. ദയവായി അവർക്ക് മക്കളെ കൊടുക്കണം എന്ന് ഞാൻ അപേക്ഷിക്കുന്നു. ബ്രഹ്മാവ് പറഞ്ഞു, എനിക്ക് അവരെക്കുറിച്ച് ഒരു പദ്ധതിയുണ്ട്. ആ പദ്ധതി അവർക്ക് മക്കള് വേണ്ട എന്നുള്ളതാണ്. ഏതായാലും നാരദൻ ബ്രഹ്മാവിൻ്റെ സന്നിധിയിൽ നിന്ന് തിരിച്ചുപോയി. പിന്നീട് കുറെ കാലങ്ങൾക്ക് ശേഷമാണ് നാരദൻ ഈ വഴിയെ വരിക. പഴയ വീടിൻ്റെ അടുത്തെത്തി. നാരദ മഹർഷിക്ക് മനസ്സിലായി താന് പണ്ട് സന്ദർശിച്ച ഭവനമാണ്. നാരദ മഹർഷി അത്ഭുതപ്പെട്ടു. വീടുമുറ്റത്ത് 2-3 കുട്ടികൾ. അവരെ സമീപിച്ചു, ചോദിച്ചു, മനസ്സിലാക്കി ഇത് ഇവരുടെ മക്കളാണ്. ഉടനെ നാരദ മഹർഷി ചോദിച്ചു, ഇതെങ്ങനെ സംഭവിച്ചു? അവർ പറഞ്ഞു, മഹർഷി പോയതിനു ശേഷം മറ്റൊരു സാധു മഹർഷി എത്തി. ഞങ്ങളുടെ വേദനകൾ അറിയിച്ചു. അദ്ദേഹം പറഞ്ഞു, പ്രാർത്ഥിച്ചാൽ സാധിക്കാത്ത കാര്യമില്ല. അങ്ങനെ ഞങ്ങൾക്ക് മക്കളെ ലഭിച്ചു. ഇത് നാരദ മഹർഷിക്ക് അല്പം വേദനയുണ്ടാക്കി. അദ്ദേഹം ബ്രഹ്മാവിനെ സമീപിച്ച് ചോദിച്ചു, പണ്ട് ഇങ്ങനെ പറഞ്ഞു, ഇപ്പോ എന്തുകൊണ്ടിങ്ങനെ? ബ്രഹ്മാവ് പറഞ്ഞു, നല്ല പ്രാർത്ഥനയ്ക്ക്, ശക്തിയുള്ള പ്രാർത്ഥനയ്ക്ക് ദൈവത്തിൻ്റെ മനസ്സ് പോലും മാറ്റാൻ സാധിക്കും. നമ്മൾ ഇന്ന് ഇതാണ് മനസ്സിലാക്കുക. നമ്മൾ വളരെ ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചാൽ ദൈവത്തിന് നമ്മുടെ പ്രാർത്ഥന കേൾക്കാതിരിക്കാൻ പറ്റില്ല. ഇതിനു വേണ്ട ഏറ്റവും അനുപേക്ഷണീയമായ ഒരു ഘടകം ആഴമേറിയ വിശ്വാസം ഉണ്ടാകണം.
വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 21:21 നമ്മൾ വായിക്കും. നിങ്ങൾക്കൊരു കടുകുമണിയോളം വിശ്വാസമുണ്ടെങ്കിൽ ഈ കാണുന്ന മലയോട് ഇവിടെ മാറി കടലിൽ പതിക്കാൻ പറഞ്ഞാൽ അത് സംഭവിക്കും. പ്രാർത്ഥന സഫലമാകണമെങ്കിൽ വിശ്വാസം ഉണ്ടാകും. എന്താണ് വിശ്വാസം? വിശുദ്ധ പൗലോസ്ലീഹ റോമായിലെ സഭയ്ക്ക് എഴുതിയ ലേഖനം 8:28 വിശ്വാസത്തിന്റെ നിർവചനം പറയും. അതിങ്ങനെയാണ്: തന്നെ സ്നേഹിക്കുന്നവർക്ക്, തന്റെ പദ്ധതി അനുസരിച്ച് വിളിക്കപ്പെട്ടവർക്ക് അവനെല്ലാം നന്മയായിട്ട് പരിണമിപ്പിക്കും. ഇതാണ് വിശ്വാസം. മറ്റൊരു വാക്കിൽ പറഞ്ഞാൽ വിശ്വാസം ദൈവത്തിന്റെ കരങ്ങളിലുള്ള സമർപ്പണമാണ്. സമർപ്പിച്ച് പ്രാർത്ഥിക്കണം. ദൈവം എനിക്ക് എൻ്റെ കാര്യത്തിൽ എത്രമാത്രം താല്പര്യമുള്ളോ അതിനേക്കാളും എൻ്റെ കാര്യത്തിൽ താല്പര്യമുള്ള വ്യക്തിയാണ്. എൻ്റെ സങ്കടങ്ങളെക്കാൾ, അല്ലെങ്കിൽ ഞാൻ സങ്കടപ്പെടുമ്പോൾ എന്നെക്കാളും വേദനിക്കുന്ന ദൈവമാണ്. ഞാൻ സന്തോഷിക്കുമ്പോൾ എന്നേക്കാൾ സന്തോഷിക്കുന്ന അതാ ദൈവം. ആയതുകൊണ്ട് ദൈവത്തിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ദൈവം നമ്മുടെ പ്രാർത്ഥന കേൾക്കും വിശ്വാസത്തോടെ. രണ്ടാമതായിട്ട് പ്രാർത്ഥനയുടെ മറ്റൊരു തലം മറ്റുള്ളവനെ പരിഗണിക്കണം. മറ്റുള്ളവനെ കണ്ടുമുട്ടുമ്പോഴാണ് നമുക്ക് ദൈവത്തെ കാണാനും ദൈവത്തിൻ്റെ അനുഗ്രഹം സ്വീകരിക്കാനും പറ്റുക. ആയതിനാൽ നമ്മൾ മനസ്സിലാക്കുന്നത്, നമ്മുടെ പ്രാർത്ഥന ദൈവത്തിൻ്റെ സന്നിധിയിലെത്തണമെങ്കിൽ 2 കാര്യങ്ങൾ ആവശ്യമാണ്. 1, വിശ്വാസം വേണം. 2, മറ്റുള്ളവനോടുള്ള പരിഗണന എന്ന് പറഞ്ഞാൽ പരാർത്ഥത. നമ്മളിങ്ങനെ പാടുന്ന ഒരു പാട്ടുണ്ട്: സ്നേഹത്തിൻ്റെ പൂഞ്ചിറകിന്മേൽ മാനത്തേക്ക് പറന്നുയരും, പ്രാർത്ഥന മാത്രം സ്വർഗത്തിൽ വാതിൽ തുറന്ന് അകമെത്തിയിടും. പ്രാർത്ഥനയ്ക്ക് 2 ചിറകുണ്ട്. 1 ദൈവസ്നേഹത്തിൻ്റെയും പരസ്നേഹത്തിൻ്റെയും ചിറകുകളാണ്. ഈ 2 ചിറകുകളുണ്ടെങ്കിൽ മാത്രമേ നമ്മുടെ പ്രാർത്ഥന സ്വർഗത്തിൻ്റെ വാതിൽ തുറന്ന് അകത്ത് എത്തൂ. ആയതിനാൽ ഇങ്ങനെ ഒരു സജീവ വിശ്വാസമുള്ളവരായി, മറ്റുള്ളവരെ പരിഗണിക്കുന്നവരായിട്ട് നമുക്ക് മാറാം. നമ്മുടെ ഇടയിൽ വേദനിക്കുന്നവരെ, കഷ്ടപ്പെടുന്നവരെ, ബുദ്ധിമുട്ടുന്നവരെ ഒക്കെ നമുക്ക് കണ്ടെത്താം. അവരോടുള്ള എൻ്റെ പരിഗണന, അവരോടുള്ള എൻ്റെ ആർദ്രത നമ്മുടെ പ്രാർത്ഥന ദൈവത്തിൻ്റെ സന്നിധിയിൽ എത്തുവാൻ അനുപേക്ഷണീയമാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാം. അതോടൊപ്പം തന്നെ എൻ്റെ ദൈവം എൻ്റെ കാര്യത്തിൽ എന്നേക്കാൾ താല്പര്യമുള്ള വ്യക്തിയായതിനാൽ അവിടുന്ന് എല്ലാം നന്മയായിട്ട് മാറ്റും എന്ന ആഴമേറിയ വിശ്വാസം നമുക്ക് ഹൃദയത്തിൽ സ്വീകരിക്കാം. അപ്പോൾ കാനാൻകാരിയെപ്പോലെ നമ്മുടെ പ്രാർത്ഥന ദൈവത്തിൻ്റെ സന്നിധിയിലെത്തും. ഈ ഒരു വലിയ കൃപയ്ക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. നമുക്കൊരു നിമിഷം ഇങ്ങനെ പ്രാർത്ഥിക്കാം. കർത്താവായ ദൈവമേ, അങ്ങയുടെ തിരുസന്നിധിയിലായ ഞങ്ങളെല്ലാവരെയും ഞങ്ങളെ സമർപ്പിക്കുന്നു. അങ്ങ് ഞങ്ങളുടെ മേൽ വർഷിച്ച എല്ലാ നന്മകളെയും നന്ദിയോടെ ഓർക്കുന്നു. ഇതുവരെ അങ്ങാണ് ഞങ്ങളെ കൈപിടിച്ചതെന്ന് ഏറ്റുപറയുന്നു. ഞങ്ങളുടെ ജീവിതത്തെ ഒരിക്കൽ കൂടി അങ്ങയുടെ തിരുസന്നിധിയിൽ സമർപ്പിക്കുന്നു. നല്ലവനായ ദൈവമേ, ഞങ്ങളുടെ നിരവധിയായ പ്രാർത്ഥനകൾക്ക് നീ ഉത്തരമാകണമേ. ശാരീരികമായും മാനസികമായും കുടുംബപരമായും ഒത്തിരി ആവശ്യം ഞങ്ങൾക്കുണ്ട്. ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു, അവയെല്ലാം അവിടുന്ന് സാധ്യതമാക്കി തരണമേ. അവിടുത്തെ തിരുമനസ് അങ്ങ് ഞങ്ങൾക്ക് വെളിവാക്കി തരണമേ. ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതോടൊപ്പം ലോകത്തിന് മുഴുവൻ വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ലോകത്തിലുള്ള എല്ലാ ജനതകളും എല്ലാ രാഷ്ട്രങ്ങളും സ്നേഹത്തിലും ഐക്യത്തിലുമാകാൻ
എല്ലാ ജനതകളും തമ്മിൽ സ്നേഹവും ഐക്യവും ഉണ്ടാകാൻ വേദനിക്കുന്നവരും കണ്ണുനീരുകൊണ്ട് മാല കോർക്കുന്നവരെയെല്ലാം അവിടുന്ന് ആശ്വസിപ്പിക്കണമേ. ഹൃദയം തകർന്നവരെ, മനസ്സ് തകർന്നവരെ, രോഗികളായിരിക്കുന്നവരെ, മാനസികമായിട്ട് ബുദ്ധിമുട്ടുന്നവരെയെല്ലാം ദൈവമേ അങ്ങയുടെ തിരുസന്നിധിയിൽ സമർപ്പിക്കുന്നു. അവിടെ എല്ലാം പ്രാർത്ഥന നിന്റെ അടുത്ത് എത്തട്ടെ. കാനാൻകാരിയെപ്പോലെ ഹൃദയത്തിലും മനസ്സിലും സമാധാനം ഉള്ളവരായി അവരെയെല്ലാം നീ മാറ്റണമേ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേൻ. പിശാച് എന്ന യാഥാർത്ഥ്യത്തെക്കുറിച്ചാണ് ഇന്നത്തെ നമ്മുടെ പ്രമേയം. പിശാചിനെ കുറിച്ച് വാതോരാതെ നമ്മൾ പല ആധ്യാത്മിക വിചിന്തനങ്ങളിലും കേൾക്കാറുണ്ട് എങ്കിലും എന്താണ് ഈ പിശാച്, അല്ലെങ്കിൽ ആരാണ് ഈ പിശാച് എന്നുള്ളതിനെ കുറിച്ച് പലർക്കും കാര്യമായ അറിവില്ല. പിശാചിനെ കുറിച്ചുള്ള കാര്യമായ അറിവിൻ്റെ ആവശ്യമില്ല എന്നതുകൊണ്ടായിരിക്കാം ഒരുപക്ഷെ അത്. അതായത് സാത്താൻ. പക്ഷെ അതിന് പിന്നിലുള്ളൊരു താത്വിക പ്രശ്നമുണ്ട്. അത് നമ്മൾ കണ്ടില്ല എന്ന് വയ്ക്കുന്നത് ശരിയല്ല. അതായത് എല്ലാം സൃഷ്ടിക്കപ്പെട്ടതെല്ലാം, ഉണ്മയായതെല്ലാം ദൈവത്തിൽ നിന്ന് വന്നു. ദൈവത്തിൽ നിന്നാണ് സകല സൃഷ്ടിയുടെയും ഉദയം, ഉത്ഭവം എങ്കിൽ സൃഷ്ടിയായ സാത്താൻ ദൈവത്തിൽ നിന്ന് ഉത്ഭവിച്ചതല്ലേ? അനന്ത നന്മയായ ദൈവത്തിൽ നിന്നെങ്ങനെ അനന്ത തിന്മയായ സാത്താൻ രൂപം കൊണ്ടുവരും? ഇങ്ങനെ കുറെ താത്വിക പ്രതിസന്ധികള്, പ്രമേയങ്ങള് ഈ സാത്താൻ എന്ന സംജ്ഞയുമായി ബന്ധപ്പെട്ട് നിലകൊള്ളുന്നുണ്ട് എന്നത് വിസ്മരിക്കാൻ പാടില്ല. അതുകൊണ്ട് അവയുടെ ഉത്തരമാണ് നമ്മൾ ഇവിടെ പൊതുവെ അന്വേഷിക്കുന്നത്. ഇവയെക്കുറിച്ച് പല കഥകൾ ബൈബിളിൽ തന്നെ ഉണ്ട്. പത്രോസിന്റെ 2-ാം ലേഖനം 2-ാം അധ്യായം 4-ാം വാക്യത്തില്, അതുപോലെ യൂദായുടെ ലേഖനത്തിന്റെ 6-ാം വാക്യത്തില് ഒക്കെ വഴിതെറ്റിയ അല്ലെങ്കിൽ അധപ്പതിച്ച മാലാഖയാണ് പിശാച് എന്നൊരു കഥയുണ്ട്. ഇത് സെമിറ്റിക് പാരമ്പര്യത്തിൽ വളരെ ശക്തമായിട്ടുള്ളൊരു കഥയാണ്. അതുകൊണ്ടാണ് ഒന്നിലധികം പുതിയ നിയമ ഗ്രന്ഥകാരന്മാര് ഈ കഥയെ അവലംബമാക്കി രചനകൾ നിർവഹിക്കുന്നത് എന്നതും സത്യമാണ്. അതുകൊണ്ട് എന്താണ് ഈ കഥയുടെ പൊരുള് എന്ന് ചോദിച്ചാൽ, ദൈവം മനുഷ്യനെ സൃഷ്ടിച്ച ശേഷം മാലാഖമാരോട് ആവശ്യപ്പെട്ടത്രേ മനുഷ്യനെ ശുശ്രൂഷിക്കാൻ, മനുഷ്യനെ സേവിക്കാൻ. ഉടനെ ഒരു പറ്റം മാലാഖമാര്, ലൂസിഫർ എന്ന മാലാഖയുടെ നേതൃത്വത്തില് 200ഓളം മാലാഖമാർ ഞങ്ങൾ ദൈവകൽപ്പന അനുസരിക്കില്ല എന്ന് പറഞ്ഞ് ദൈവത്തോട് മറുതലിച്ചുവെന്നും തൽഫലമായി അവർ പിശാചുക്കളായി രൂപാന്തരപ്പെട്ടു എന്നുമാണ് ഏനോക്കിന്റെ പുസ്തകത്തിലുള്ള ഒരു കഥ. ഈ കഥയാണ് പിൽക്കാലത്ത് സാത്താന്റെ ഉത്ഭവത്തിന്റെ കഥയായി പല പുതിയ നിയമ ഗ്രന്ഥങ്ങളിലും കടന്നുകൂടിയത് എന്നതും സത്യം. ഏതാണെങ്കിലും ഈ കഥയുടെ ന്യായാന്യായങ്ങളിലേക്ക് കടക്കാൻ നമുക്കിപ്പോൾ സാധിക്കുക. കഥയുടെ ന്യായാന്യായങ്ങളിലേക്കല്ല, മറിച്ച് ഈ കഥ വിഭാവനം ചെയ്യുന്ന ഒരു ആത്മീയ യാഥാർത്ഥ്യത്തിലേക്കാണ് ഞാൻ നിങ്ങളുടെ ശ്രദ്ധ ക്ഷണിക്കുക. അതായത് ദൈവത്തിൽ നിന്ന് വന്ന അവസ്ഥയിൽ മാലാഖ നന്മ നിറഞ്ഞതായി, എന്നാൽ ഓരോ നന്മയും തെറ്റായ ലക്ഷ്യത്തിന് വേണ്ടി വഴിതിരിച്ചു വിടുമ്പോൾ അത് തിന്മയാകും. ഈ കയ്യ് എനിക്ക് നന്മ ചെയ്യാൻ പ്രയോജനപ്പെടുത്താം, അല്ലേ? മനുഷ്യന് ഉപകാരം ചെയ്യാൻ പ്രയോജനപ്പെടുത്താം. അതുപോലെ വൈദികനായ എനിക്ക് അപ്പവും വീഞ്ഞും എടുത്തുയർത്തി കാഴ്ചവെക്കാൻ ഈ കൈകൾ പ്രയോജനപ്പെടുത്തുന്നു. മനുഷ്യർക്ക് ആശീർവാദം നൽകാൻ ഈ കരങ്ങൾ പ്രയോജനപ്പെടും. കൈകൊണ്ട് ഒത്തിരിയേറെ ഉപയോഗങ്ങൾ. എന്നാൽ
ഇതേ കൈ തന്നെ എനിക്ക് തിന്മയുടെ ഉപകരണങ്ങളാക്കി മാറ്റും. മറ്റുള്ളവരെ ഉപദ്രവിക്കാൻ ഈ കൈ ചെയ്യാം, മറ്റുള്ളവരുടെ വസ്തുക്കൾ മോഷ്ടിക്കാൻ ഈ കരങ്ങൾ പ്രയോജനപ്പെടുത്താം. അതായത് ഒരേ കൈ തന്നെ നന്മയുടെയും തിന്മയുടെയും ഉപകരണങ്ങളായി മാറുന്നു എന്ന് നമ്മൾ തിരിച്ചറിയുന്നു, ഇല്ലേ? അതായത് മനുഷ്യന്റെ ജഡികാസക്തി മറ്റൊരു തിന്മയുടെ വലിയൊരു മേഖലയാണ്. പലപ്പോഴും ശരീരത്തിന്റെ പ്രവണതകളെ അതിൽ തന്നെ തെറ്റ് എന്ന് വിളിക്കാനാവില്ല. കാരണം അത്തരം പ്രവണതകളും പ്രചോദനങ്ങളും ശരീരത്തിനുള്ളത് കൊണ്ടാണ് ശരീരം ഇണയെ അന്വേഷിക്കുന്നതും വരും തലമുറയ്ക്ക് ജന്മം നൽകുന്നതും എന്ന് നമുക്കറിയാം. അതുകൊണ്ട് അവയൊന്നും അതിൽ തന്നെ പാപമല്ല. എന്നാൽ അവയെ തെറ്റായ ലക്ഷ്യങ്ങൾക്ക് വേണ്ടി, ലക്ഷ്യം തെറ്റിയ നന്മ തിന്മയാകും എന്ന് പറയുന്നതിന്റെ പൊരുള് അതാണ്. ലക്ഷ്യം തെറ്റിയ നന്മയാണ് തിന്മ. ദൈവം സൃഷ്ടിച്ചതെല്ലാം നല്ലതാണ്. എന്നാൽ സൃഷ്ടവസ്തുവിന് ദൈവീകമായ ലക്ഷ്യത്തിന് വിരുദ്ധമായ ലക്ഷ്യം കൈവരിക്കാനുള്ള കഴിവുണ്ട്. അത് ദൈവം സൃഷ്ടിക്ക് നൽകിയ സ്വാതന്ത്ര്യത്തിന്റെ വിലയാണ് എന്ന് മനസ്സിലാക്കിയാൽ ഈ സാത്താൻ എങ്ങനെ ഉണ്ടായി എന്നുള്ളതിൻ്റെ അടിസ്ഥാന കാരണം നമുക്ക് മനസ്സിലാകും. അതുകൊണ്ട് സാത്താന്റെ ഉത്ഭവത്തെ നമ്മൾ ഒരുപാട് തലപുകഞ്ഞ് ആലോചിക്കേണ്ടതില്ല. അവയെ തിന്മയുടെ ശക്തികളായിട്ടല്ല ദൈവം സൃഷ്ടിച്ചത്, നന്മയായിട്ടാണ് ദൈവം സൃഷ്ടിച്ചത്. എന്നാൽ തങ്ങളുടെ അസ്തിത്വത്തിന്റെ ഒരു കാലഘട്ടത്തിൽ സാത്താൻ ആയി അവ മാറി. എന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ എതിരാളി. സാത്താനോസ് എന്ന് പറഞ്ഞാൽ ആ വാക്കിന്റെ അർത്ഥം തന്നെ എതിരാളി എന്നാണ്. അല്ലാതെ കൊമ്പും വാലും തേറ്റായുമുള്ള ഭീകരജീവി എന്നുള്ള മറ്റിലല്ല സാത്താനെ മനസ്സിലാക്കേണ്ടത്. മറിച്ച് ദൈവത്തിന്റെ എതിരാളി, ദൈവീകമായ സകലതിനോടും മറുതലിക്കുന്ന, ദൈവഹിതത്തിൽ നിന്ന് മനുഷ്യനെ അകറ്റുന്ന, ദൈവരാജ്യം ഈ ഭൂമിയിൽ സ്ഥാപിക്കപ്പെടാതിരിക്കാൻ സർവാത്മന പരിശ്രമിക്കുന്ന ശക്തി എന്ന അർത്ഥത്തിലാണ് സാത്താൻ എന്ന വാക്കിനെ നമ്മൾ മനസ്സിലാക്കേണ്ടത്. സാത്താൻ നിരന്തരം പ്രവർത്തന നിരതനാണെന്നും അവൻ അലറുന്ന സിംഹത്തെ പോലെ ആരെ വിഴുങ്ങേണ്ടു എന്നറിയാതെ പാഞ്ഞു നടക്കുകയാണെന്നും പത്രോശ്ലീഹ തന്റെ ലേഖനത്തിന്റെ 1-ാം ലേഖനത്തിൽ പറയുന്നതിന്റെ പൊരുളും ഇത് തന്നെ. സാത്താൻ അവന്റെ ലക്ഷ്യം തിന്മയാണ്. എന്നാൽ അവന്റെ ഉത്ഭവം തിന്മയിൽ നിന്നല്ല, ദൈവത്തിൽ നിന്ന് തന്നെയായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാകും. വീണ്ടും ഈ സാത്താന്റെ അസ്തിത്വം നമുക്കറിയാം. മാലാഖയുടെ അസ്തിത്വം തന്നെ. മാലാഖ നിത്യതയുടെ വരം കിട്ടിയവരാണ്. നിത്യതയുടെ വരം കിട്ടിയവരാണ് മാലാഖ. നിത്യതയുടെ വരം കിട്ടിയവൻ നശിച്ചു പോയാല്, അല്ലെ പാപത്തിൽ വീണാല്, അവൻ ആ പാപത്തിൽ അമർത്യനാകുന്നു, നിത്യത കൈവരിക്കുന്നു. അതോടെ അവൻ സാത്താനായി മാറി എന്നുള്ളതാണ് സത്യം. മനുഷ്യരായി നമ്മളൊരു തെറ്റ് ചെയ്താൽ ഒരിക്കലും സാത്താനായി മാറുകയല്ല ചെയ്യും. കാരണം എന്താ? നമുക്ക് നിത്യതയും തിന്മയും തമ്മിൽ സന്ധിക്കുമ്പോഴാണ് സാത്താൻ എന്ന യാഥാർത്ഥ്യം രൂപം കൊള്ളുന്നത് എന്ന് അപ്പോൾ താത്വികമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. എന്നാൽ നമുക്കറിയാം, ആദി പാപത്തിലൂടെ മനുഷ്യകുലത്തിന് ചില വരപ്രസാദങ്ങൾ നഷ്ടമായി എന്ന് പറഞ്ഞതുപോലെ ദൈവത്തെ മറുതലിച്ചതിലൂടെ മാലാഖായിക്ക് പല വരപ്രസാദങ്ങളും നഷ്ടമായി. അതിൽ ഏറ്റവും വലിയ നഷ്ടം ദൈവത്തെ മുഖാമുഖം കാണാനുള്ള കൃപ, ഭാഗ്യം ഈ വഴിതെറ്റിയ എതിരാളികളായ മാലാഖമാർക്ക് നഷ്ടപ്പെട്ടു എന്നുള്ളതാണ് സത്യം. അതുകൊണ്ട് ഈ സാത്താന്റെ ആത്യന്തികമായ പ്രവർത്തന മണ്ഡലങ്ങൾ ഏതൊക്കെയെന്ന് ചോദിച്ചാൽ, ഒന്നാമതായി മനുഷ്യനെ പാപത്തിലേക്ക് നയിക്കുന്നു. അതാണ് സാത്താന്റെ ആദ്യ ലക്ഷ്യം. അത് ആദിമാതാപിതാക്കളെ പാപത്തിലേക്ക് നയിക്കുമ്പോഴാകട്ടെ, ബൈബിളിലെ ഇതര പാപങ്ങളുടെ മേഖലകളാകട്ടെ, നമ്മുടെ തന്നെ വ്യക്തി ജീവിതത്തിലാകട്ടെ, മനുഷ്യനെ തിന്മയുടെ കെണിയിലേക്ക് നയിക്കുക എന്നുള്ളത് സാത്താന്റെ പ്രവൃത്തിയാണ്. രണ്ടാമതായി മനുഷ്യന്റെ ഐശ്വര്യം, ഭൗതികമായ നന്മകൾ പോലും തകർത്ത് കളയും. അത് സാത്താന്റെ പ്രവൃത്തിയാണ്.
ഒരാൾ വളരെയേറെ കഷ്ടപ്പെട്ട് അധ്വാനിച്ച് ഉണ്ടാക്കിയ മുതലാകാം. അത് ഏതെങ്കിലും വിധത്തിലുള്ള ദുരന്തങ്ങളിലൂടെ ആ മുതൽ നശിപ്പിച്ച് കളയുക, അല്ലെ ഒരു വ്യക്തിയുടെ ആരോഗ്യം തകർത്ത്, ഒരു വ്യക്തിയുടെ മാനസികമായ ധൈര്യം തകർത്ത് ആ വ്യക്തിയെ മനോരോഗത്തിന് അടിമയാക്കുക തുടങ്ങിയ തകർച്ചയുടെ മേഖലകൾക്ക് ചിലപ്പോഴെങ്കിലും സാത്താൻ കാരണമാകാറുണ്ട്. സകല മനോരോഗവും സാത്താൻ മൂലമാണെന്നോ സകല തകർച്ചയും പ്രകൃതി ദുരന്തവും സാത്താൻ മൂലമാണെന്നോ ഒക്കെ പറയുന്നത് അബദ്ധമാണ്. എന്നാൽ മനുഷ്യന് ഭൗതികവും ആത്മീയവുമായ നഷ്ടം വരുത്താൻ സാത്താന് കഴിയും എന്ന് വചനം നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ചില അപൂർവ സന്ദർഭങ്ങളിലെങ്കിലും വ്യക്തികളുടെ നിയന്ത്രണം തന്നെ സാത്താൻ അങ്ങേറ്റെടുക്കും. അപ്പോ അത്തരം സന്ദർഭങ്ങളെയാണ് പിശാച് ബാധ എന്ന് നമ്മൾ പറയും. മനഃശാസ്ത്രം അതിനെ വ്യത്യസ്തമായി വ്യാഖ്യാനിക്കാറുണ്ടാകാം. ഡബിൾ പേഴ്സണാലിറ്റി എന്നോ പാരാസൈക്കോളജിയിലെ തത്വങ്ങൾ ഉപയോഗിച്ചൊക്കെ മനഃശാസ്ത്രം അതിനെ വിശദീകരിക്കുന്നുണ്ടാവും. എന്നാൽ ആത്മീയ പിതാക്കന്മാർ പറയുന്നതിൽ ഒരു കാര്യമുണ്ട്. പിശാച് ബാധ എന്നതിലൂടെ ഒരു വ്യക്തിയുടെ സമ്പൂർണ്ണ നിയന്ത്രണം സാത്താൻ ഏറ്റെടുക്കുന്ന അവസ്ഥയെയാണ് ഇവിടെ വിവക്ഷിക്കുന്നത്. അതായത് ഒരു വ്യക്തിയെ തിന്മയുടെ ശക്തികൾ സ്വാധീനിക്കും എന്നത് ആധ്യാത്മികതയിലെ അനിഷേധ്യമായ വസ്തുതയാണ്. പിശാച് ബാധ എന്നുള്ളത് അതുകൊണ്ട് സംഭവ്യമായ ഒരു വസ്തുതയാണ്. ബൈബിളിൽ അതിൻ്റെ അനേകം തെളിവുകളുമുണ്ട്. പക്ഷെ നമ്മൾ വളരെയേറെ ശ്രദ്ധിക്കേണ്ട ഒരു മേഖല എന്താന്ന് ചോദിച്ചാൽ, നാട്ടിൽ കാണുന്ന എല്ലാ അസ്വാഭാവിക പ്രശ്നങ്ങളും പ്രതിസന്ധികളും എല്ലാം പിശാച് ബാധയാണെന്നും പിശാചിന്റെ സ്വാധീനമാണെന്നും, അവിടെ ഒരു തെങ്ങ് മറിഞ്ഞു വീണാൽ അത് പിശാച് ബാധിച്ചതാണ്, അല്ലെങ്കിൽ തൊഴുത്തിലെ ഒരു പശു ചത്തുപോയി അത് പിശാചിന്റെ സ്വാധീനമാണ് എന്ന മട്ടിലേക്ക് പിശാചിന്റെ പ്രവർത്തനങ്ങളെ സാർവത്രീകരിക്കുന്ന ഒരു ശൈലി ആത്മീയതയിൽ അപകടം ചെയ്യും. പിശാചിനെ കുറിച്ച് പറയുമ്പോൾ രണ്ട് വസ്തുതകൾ ശ്രദ്ധേയമാണ്. ഒന്ന്, പിശാച് ഇല്ലേ ഇല്ല എന്ന നിലപാട് സ്വീകരിച്ച് മുമ്പോട്ട് നീങ്ങുന്നത് ആത്മീയതയില് ആരോഗ്യകരമായ പ്രവണതയല്ല. അതോടൊപ്പം തന്നെ എല്ലാറ്റിൻ്റെയും പിന്നെ പിശാചാണ് എന്ന് പറയുന്നതും ആരോഗ്യകരമായ പ്രവണതയല്ല. മറിച്ച് സാത്താൻ എന്ന ശക്തിയെ ദൈവപുത്രനായ യേശു ക്രിസ്തു കുരിശിലെ മരണത്തിലൂടെ പരാജയപ്പെടുത്തിയെന്നും പരാജിതനായ സാത്താൻ വീണ്ടും വിജയിക്കാൻ മനുഷ്യന്റെ മേല് സകല തന്ത്രങ്ങളും പയറ്റുമെന്നും ലോകാവസാനം വരെ ഇത് തുടരും എന്നുമുള്ള സത്യം നാം മനസ്സിലാക്കണം. അതുകൊണ്ട് സാത്താന്റെ സ്വാധീനത്തെ ചെറുക്കുന്നതിനുള്ള ബോധപൂർവമായ ശ്രമം നമ്മുടെ ഭാഗത്തു നിന്ന് എപ്പോഴും ഉണ്ടാകേണ്ടതുണ്ട്. ദൈവം ഗ്രഹിക്കട്ടെ. താതനാം ദൈവമേ, പുത്രനാം ദൈവമേ, ആത്മാവാം ദൈവമേ, സ്തുതി സ്തുതി സ്തുതി. താതനാം ദൈവമേ, പുത്രനാം ദൈവമേ, ആത്മാവാം ദൈവമേ, സ്തുതി സ്തുതി സ്തുതി. മാനവനു പൂജിതനാമം, മോദമെഴുമാത്തിരുനാമം, പാരിതിനു ജീവൻ നൽകും മഹോന്നതമാത്തിരുനാമം വാഴ്ത്തിടാം വാഴ്ത്തിടാം. സ്നേഹകീർത്തന